എന്താ ടീന? ഇവളുടെ കൈയൊന്ന് പിടിച്ചേ. എന്താ ടീന? എന്നാ നിനക്ക് വേണ്ടത്? കൈയൊന്നെത്താ. ഇവളെ 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 ഞാൻ ഏൽപ്പിക്കോ? റിച്ചിയുടെ ഭാര്യയായിട്ട്. ടീന, ടീന, എന്നാ ടീന? ടീന, ടീന, എന്താ ടീന? ടീന, ടീന, എന്താ ടീന? എന്നാ? ടീന, ടീന, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും സമാധാനം കൈവരുത്തേണമേ. ആമേൻ. ടീനയുടെ അടക്കം കഴിഞ്ഞ് ഒത്തിരി പേര് ഇങ്ങോട്ട് വരുമെന്നോർത്ത് 19 പേർക്കുള്ള ചായയും പലഹാരവും ഉണ്ടാക്കി വെച്ചേക്കു വച്ചോ. ഞാൻ മരണം നടന്നതിന് പുറകെ ഒത്തിരി ആഹ്ലാദം വേണ്ടെന്ന് ഞാൻ തന്നെ പറഞ്ഞേ. ആഹാരം ബാക്കിയുണ്ടെങ്കിൽ എല്ലാം കൂടി പൊതിഞ്ഞ് സിസ്റ്ററെ ഏൽപ്പിച്ചാ മതി. അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ബോബാ, ഒരേ സമയത്ത് ഈ കുഞ്ഞ് അനാഥനും സനാതനുമാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. ശരി അച്ചോ. സനാതന അല്ല എന്ന തോന്നൽ ഒരിക്കലും ഈ കുഞ്ഞിനുണ്ടാവാൻ പാടില്ല. ഇല്ല ഫാദർ, ഇവനെ ഞങ്ങളുടെ സ്വന്തം മോനായിട്ട് തന്നെ ഞങ്ങൾ വളർത്തും. അതെ അച്ചോ, ആരുടെയും നിർബന്ധം കൊണ്ടോ പ്രേരണ കൊണ്ടോ ഒന്നും അല്ല ഇവനെ ഞങ്ങൾ ഏറ്റെടുത്തത്. അങ്ങനെയാണെങ്കിലല്ലേ ആരുമില്ലെന്നുള്ള തോന്നൽ വളരുമ്പോൾ ഇവന് തോന്നത്തുള്ളൂ. ഇപ്പൊ ഞാനും പൂർണ്ണ മനസ്സോടെ തന്നെ ഇവനെ കൈ വാങ്ങിയത്. ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും മനുഷ്യർ തന്നെ അല്ലേ അച്ചോ. ചായ തണുക്കും. എല്ലാരും വന്നാട്ടെ. ഒരു ശരീരം മണ്ണിലേക്ക് മടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വേദനിപ്പിച്ചതാ. തിരിഞ്ഞു നോക്കുമ്പോൾ ഒക്കെ മണ്ടത്തരാണെന്ന് തോന്നുന്നു. പരസ്പരം സങ്കടപ്പെടുത്തുക, എന്നിട്ടൊരു ദിവസം മരിച്ചു പോവുക. അതിനു പകരം പരസ്പരം സന്തോഷിപ്പിച്ചതിന് ശേഷമാ അങ്ങനെ മരിച്ചതെങ്കിൽ എത്ര നല്ലതാ അല്ലേ ബോബൻ? നമുക്കങ്ങനെ മരിക്കാം, പരസ്പരം സന്തോഷിപ്പിച്ച ശേഷം. എന്നാ
ഇച്ചായ 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 എവരിത്തിങ് ലുക്സ് നോർമൽ. മിസ് സോഫിയ മിക്കവാറും ഇന്ന് രാത്രിയോ നാളെ രാവിലേക്ക് മുമ്പോ ഉണരാനാണ് സാധ്യത. സാധ്യത മാത്രമേ ഉള്ളൂ അല്ലേ ഡോക്ടർ? നോ, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡെഫിനിറ്റ്. എന്തായാലും ഒരു നേഴ്സ് ഇവിടെ തന്നെ കാണും. അർദ്ധരാത്രിയോ മറ്റോ ഉണരുകയാണെങ്കിൽ മാഡത്തിന് ഫോൺ ചെയ്യണോ, അതോ രാവിലെ അറിയിച്ചാൽ മതിയോ? പോരെ ഡോക്ടർ, മമ്മി ഉണർന്നാൽ ഉടനെ എൻ്റെ മൊബൈലിലേക്ക് വിളിക്കാം. എനി ടൈം. മമ്മി ഉണർന്നാലേ ആരാണ് മമ്മിയുടെ തലക്കടിച്ചതെന്ന് അറിയാൻ പറ്റൂ. അതെനിക്ക് എത്രയും പെട്ടെന്ന് അറിയണം. ഉറക്കത്തിലാണ് അടിയേറ്റതെങ്കിലോ? എന്നാൽ പോലും ഒരു നിമിഷം ഏതൊരാളും കണ്ണു തുറക്കും. അപ്പോൾ കാണുന്ന ദൃശ്യം ഫോട്ടോ പോലെ മനസ്സിൽ പതിയുകയും ചെയ്യും. അത് ഓർമ്മിച്ചെടുക്കാൻ സഹായിക്കുന്ന ചില പോലീസ് ടെക്നിക്കുകളുണ്ട്. അതുകൊണ്ട് മമ്മി ഉണർന്നാലുടനെ എന്നെ അറിയിച്ചോളൂ ഡോക്ടർ. നീ ആശുപത്രിയിൽ പോയിരുന്നോ? പോയിരുന്നു വെച്ചാ. ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. എന്നാലും പേടിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. ഹോ. ആലോചിക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ആരാ അവളെ വീട്ടിൽ കയറി ഇങ്ങനെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? സെലീന വല്ലതും പറഞ്ഞോ? ഇല്ലച്ചാ, പക്ഷേ സെലീനയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാ തോന്നുന്നേ. എന്ന് വെച്ചാല്? ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല. കള്ളൻ കപ്പലിൽ തന്നെയാണെന്നുള്ള മട്ടിൽ എന്തോ ഒന്ന് സൂചിപ്പിച്ചു. എനിക്കത് ശരിക്കും മനസ്സിലായതുമില്ല. കള്ളൻ കപ്പലിൽ തന്നെയോ? എന്ന് വെച്ചാല് ഈ വീട്ടിൽ തന്നെയുള്ള ആരോ ആണെന്നല്ലേ അതിന്റെ അർത്ഥം? ഈ വീട്ടിൽ ആരാച്ചാ അങ്ങനെ ഒരാളുള്ളത്? ആരുമില്ല. അതാണല്ലോ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടാത്തത്. വീടുദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല. ഈ പാറക്കുഴി ദേശത്തുള്ള ആരെങ്കിലും എന്നുള്ള അർത്ഥത്തിലായിരിക്കും അവളത് പറഞ്ഞത്. ആയിരിക്കും അച്ഛാ. ഏതായാലും അന്വേഷണം വളരെ ശക്തിയായിട്ട് നടക്കുന്നുണ്ട്. ആ, അച്ഛാ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറൊന്നുമല്ല, കുട്ടികളുടെ കല്യാണക്കാരൻ തന്നെയാ. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ നിതിന് മാത്രമല്ല എനിക്കും വല്ലാത്ത വിഷമമുണ്ട്. ആ വിഷമം എല്ലാവർക്കും ഉണ്ട്. നിർബന്ധപൂർവ്വം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പണ്ടത്തെ പോലെ കുട്ടികളുടെ ഇഷ്ടം നോക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഒന്നാമത് കുടുംബത്തിനകത്ത് തന്നെയുള്ള ബന്ധമാണ്. രണ്ടാൾക്കും പരിപൂർണ സമ്മതമില്ലാതെ ഈ ബന്ധം നടത്തിയാൽ പിന്നെ വീഴുന്ന കണ്ണീര് ഞാനും നീയും തന്നെ കണ്ടു നിൽക്കേണ്ടി വരും. അവർക്ക് രണ്ടാൾക്കും സമ്മതം തന്നെയാണല്ലോ അച്ഛാ. അത് നീ മാത്രം അങ്ങോട്ട് ഉറപ്പിച്ചാൽ മതിയോ? മീതുമോൾക്ക് സമ്മതമല്ല എന്നല്ലേ ഇപ്പൊ പറയുന്നത്? അത് അച്ഛൻ തന്നെ നിതിന്റെ കാര്യത്തിൽ എന്തോ ഇഷ്ടക്കേട് കാട്ടിയതുകൊണ്ടാ അവളങ്ങനെ. ഞാനെന്ത് ഇഷ്ടക്കേട് കാട്ടാനാ? രണ്ടുപേരും എൻ്റെ കൊച്ചുമക്കളല്ലേ. നിന്റെ മോനോട് ഞാൻ പക്ഷാഭേദം കാണിക്കുന്നു എന്നാണോ? അങ്ങനെയല്ല അച്ഛാ. അന്ന് ആ വഴക്കുണ്ടായതിനു ശേഷം അച്ഛനെന്തോ മനസ്സുമെടുത്ത മട്ടില്ല അവനോട് പെരുമാറുന്നേ. ആ, മനസ്സുമെടുത്താൽ പെരുമാറ്റത്തിൽ അത് കാണും. എൻ്റെ ആയാലും മീതുമോളുടെ ആയാലും നാട്ടുകാരുടെ ആയാലും മനസ്സ് പഠിപ്പിക്കാതെ നോക്കേണ്ടത് അവനാ. വീട്ടിനകത്ത് സിനിമയിലെ വില്ലൻ കളിച്ചാല് ഏത് പെൺകുട്ടിക്കാതെ ഇഷ്ടപ്പെടുക? ആ ഇഷ്ടക്കേട് കണ്ടപ്പോൾ തീരുമാനം മൃദുള് തന്നെ എടുക്കട്ടെന്ന് ഞാൻ പാർവതിയോട് പറഞ്ഞു. അത് നേരാ. അത് പക്ഷേ എൻ്റെ ഇഷ്ടക്കേടായിട്ട് നീ കഥ മെനയണ്ട. അതല്ല സത്യം. ജീവിക്കാൻ വേണ്ടി ഓടി ഓടി എനിക്ക് മതിയായച്ചാ. എവിടെയും കിട്ടുന്നില്ല ഒരു സന്തോഷവും മനസ്സമാധാനവും ഒന്നും. ഒന്നുകിൽ അവൻ്റെ കയ്യിലിരിപ്പ്, അല്ലെ തലേ വര. അതിനൊന്നും മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടിയിട്ട് കാര്യമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല അച്ഛാ. അവൻ്റെ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇത്തിരി മനസ്സമാനത്തോടെ ജീവിക്കാലോ എന്ന് ആശിച്ചുപോയി. ആ, ആശകളും സ്വപ്നങ്ങളും ഒക്കെ മീതുവിൻ്റെ മനസ്സിലും കാണും. ഇനി നീ തന്നെ അവളോട് സംസാരിച്ച് നോക്ക്. പക്ഷേ
ഇപ്പൊ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. സോഫി അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കുക. അവളുടെ സൂക്കേട് പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് മതി ഇനി കല്യാണാലോചനയൊക്കെ. അച്ഛാ, എന്തെങ്കിലും കാരണവശാൽ ഇത് മുടങ്ങിയാൽ പിന്നെ ഞാനും എൻ്റെ മോനും ഈ നാട്ടിൽ നിൽക്കത്തില്ല. എവിടെയെങ്കിലും ചെന്ന് ബാക്കിയുള്ള ജീവിതം ജീവിച്ച് തീർത്തോളാം ഞാൻ. ഇച്ചായ, ഒരു കാരണവശാലും ഒരു ശബ്ദം ഉണ്ടാക്കരുത്. ബോബനോ സെലീനയോ അറിഞ്ഞ ഞാൻ കമാന്ന് മിണ്ടത്തില്ല. ഞാൻ ധ്യാനമിരിക്കാൻ പോവാന്നാ വേലക്കാരി മേരിക്കുട്ടിയോട് പറഞ്ഞത്. എന്നാലും ആരെങ്കിലും ഒക്കെ ഇങ്ങോട്ട് കയറി വരും. അപ്പൊ ഞാൻ കട്ടിലിനടി കയറി ഒളിച്ചോളാം. അയ്യോ, അത് വേണ്ട. ഇച്ചായൻ ബാത്റൂമിൽ കയറി ഇരുന്നാ മതി. ഞാൻ പുറത്തു നിന്ന് കുറ്റിയിട്ടോളാം. എന്നെ പോലീസ് പിടിക്കോടി അന്നമ്മേ? എന്റെ ഇച്ചായനെ ഇനി ഒരു പോലീസിന് ഞാൻ വിട്ടുകൊടുക്കുകയല്ല. ഇനി ഇച്ചായൻ ഇവിടെയുള്ള കാര്യം ആരെങ്കിലും കണ്ടുപിടിച്ച നമുക്ക് ഒരുമിച്ച് ചാകാ. ഇച്ചായ ജീവിച്ചിട്ട് ഇച്ചായന് മതിയായില്ലയോ? എനിക്ക് മതിയായി. നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് വല്ലോ ഇച്ചായന് മനസ്സിലായോ? മതിയായെന്നല്ലയോ പറഞ്ഞത്? എനിക്ക് മതിയായി. വയറ് നിറഞ്ഞടി. നിന്റെ കൈകൊണ്ട് വിളമ്പി തന്നാ എനിക്ക് നിറയും. എത്ര നാളായടി പെമ്പിളെ നീ വിളമ്പി തരുന്നത് കഴിച്ചിട്ട്? ഇനിയെന്നും ഞാൻ വിളമ്പിത്തരുന്നത് കഴിച്ചാ മതി. എന്നതേലും സംഭവിച്ച ആരെയും കണ്ടുപിടിച്ച നമുക്ക് ഒരുമിച്ച് ചാവാം. എന്റെ കയ്യിൽ നിന്ന് ഈ ജന്മത്തെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയല്ല. നിന്നെ പിരിഞ്ഞ് ഞാനിനി എങ്ങും പോത്തില്ലടി അന്നാമേ. അമ്മച്ചി, അമ്മച്ചി, എന്നാത്തിനാ? അമ്മച്ചി, വാതിലോർക്കമ്മച്ചി. അമ്മച്ചി, വാതിലോർക്കമ്മച്ചി. ഇതാ വരുന്നു മോളെ. എന്നതാ മോളെ? ഇതെന്തോ അമ്മച്ചി പെട്ടെന്നൊരു ധ്യാനവും പ്രാർത്ഥനയൊക്കെ? മേരിക്കുട്ടിയെ പറഞ്ഞേ അമ്മച്ചി ഇനി മുറിയിന്ന് പുറത്തോട്ടിറങ്ങത്തില്ലെന്ന്. ആ, ഞാൻ ഇനി ഇങ്ങനെ മോളെ. ആർക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കുന്നേ? ആശകളൊക്കെ അസ്തമിച്ചു. ഒന്നുകിൽ മരിക്കും വരെ ഇങ്ങനെ ധ്യാനം കൂടിയിരിക്കും, ഇല്ലെങ്കിൽ നിനക്കും ബോബിന് ഒരു കൊച്ചു പിറക്കണം. അന്നേ ഞാൻ ഈ മുറിയിന്ന് പുറത്തിറങ്ങി വരും. ആ, ഇനി ആരും എന്നെ ഇങ്ങോട്ട് വന്ന് ശല്യപ്പെടുത്തണ്ടെന്ന് മോള് ബോബനോട് മേരിക്കുട്ടിയോടും പറഞ്ഞേക്ക്. അമ്മച്ചി, ഞാൻ വല്ല തെറ്റും? എനിക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമായി. മോള് ചെല്ല്, മേരിക്കുട്ടി വിളമ്പിത്തരും. അല്ല, അമ്മച്ചി ഇങ്ങനെ അടച്ചുപൂട്ടിയിരുന്ന ഞാനും ബോബനും. ഒന്നുമില്ല, മോള് ചെന്നാട്ടെ.